വ്യത്യാസമല്ലാതെ ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ഇസ്ലാം എന്നുള്ളതിനെ വ്യവസായവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദരന്മാരെ തൗഹീദിനെയാണ് തകർത്തെറിയുന്നത്. എവിടെയൊക്കെ തൗഹീദിനെ മാറ്റിവെക്കുന്നവോ, എവിടെയൊക്കെ തൗഹീദിനെ വിൽപ്പന നടത്തുന്നവോ അവിടെയൊക്കെ പ്രകടമാകുന്നത് ശിർക്ക് തന്നെയാണ് എന്നാ. ഇനിയും നിങ്ങൾക്ക് തെളിവുകൾ വേണോ? എത്തി നോക്കിക്കോ. മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സലാത്ത് നഗറിലേക്കോ ഒന്ന് ദൃഷ്ടിയോടിച്ചോ. അവിടെ നടക്കുന്നത് ശിർക്കാ, അവിടെ നടക്കുന്നത് പണമാണ്. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണോ, അള്ളാഹിനെ ആരാധിക്കണോ, എവിടെയും പണത്തിന്റെ ഏർപ്പാടില്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് 5 നയാ പൈസ ചെലവില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനോ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാനോ മിനിമം 2 കിലോ അരിയും 1 കിലോ കോഴിയും 100 രൂപ കൈമടക്കില്ലാതെ നടക്കോ? ഇല്ലല്ലോ. അപ്പൊ അവിടെയാണ് പ്രശ്നം. അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ 5 നയാ പൈസയുടെ ചെലവ് ഒരാൾക്കില്ലല്ലോ. ഈ സ്വലാത്ത് നഗർ തുടങ്ങി നമ്മൾ പറഞ്ഞതെന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 സമാഗതമാകുമ്പോ പ്രവാചകൻ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. റസൂൽ ഒരിക്കലും പാടത്തേക്ക് പോയിട്ടില്ല. എന്നാൽ ഈ സമൂഹം പാടത്തേക്ക് പോകുന്നത് എന്തിനാണെന്നറിയുമോ? എന്റെ സഹോദരന്മാർക്കറിയുമോ? അവിടെ വെച്ചുകൊണ്ട് പ്രവാചകനോട് പറയുന്നില്ല, റസൂലേ പാപികളാണ് റസൂലേ, ദോഷികളാണ് റസൂലേ, കൈവടിയല്ല റസൂലേ എന്ന് പ്രവാചകനോട് ദുആ ചെയ്യുമ്പോ അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്ന നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്കെമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഹൃദയതങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തുന്നത്. ഓ പുന്നാരബിയേ, ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ. അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം. അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല. ഞാൻ വളരെ പാപിയാണ്. ഏത് പ്രവാചകനോടോ? കുല്ലിന്നമാ അതോ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, അവനോട് യാതൊരാളെയും പങ്കുചേർക്കയില്ല എന്ന സൂറത്ത് ജിന്നിന്റെ 20-ാമത്തെ ആയത്തിലോട് ലോകൈകരായ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ബദറും മുഹ്ദും മന്ദക്കും ഹുനൈനും ഖൈബറും ഉണ്ടായപ്പോ അതിനാണ് പ്രവാചകൻ ത്യാഗങ്ങൾ സഹിച്ചതെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് റസൂലിനോട് ദുആ ചെയ്യാൻ ഹുദബിയദി കല്ലത്ത് ഹീലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്, ഹുദബിയദി എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കല്ലത്ത് ഹീലതി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിരിക്കുന്നു, വഅദ്രിക്നി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ എന്നിങ്ങനെ അള്ളാന്റെ റസൂലിനോട് തേടാൻ വേണ്ടിയിട്ടോ എന്തൊക്കെ കച്ചവടമാണ് നടന്നത് എന്നറിയുമോ? ആയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഏക്കർ കണക്കിനാണ് വഖഫ് ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടോ വഖഫിന്റെ മേലെ വഖഫാണ്, സെന്റ് കണക്കിനുള്ള വഖഫാണ്. അത് കഴിഞ്ഞിട്ടോ ഒരാളിരിക്കുന്ന സ്ഥലം 300 രൂപക്ക് വേണ്ടി വഖഫ് ചെയ്യിപ്പിച്ചപ്പോ എന്തിനാ അള്ളാഹുവിന്റെ ദീനിന് വിൽപ്പന നടത്തുന്നതോ? ഏത് പ്രവാചകന്റെ ദീനിനെയാണ് വിൽപ്പന നടത്തുന്നത് എന്നോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ പട്ടിണി കിടന്നുകൊണ്ട് ജീവിക്കുമ്പോ അവിടുന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറഞ്ഞില്ലയോ, പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഇരുട്ടത്ത് തപ്പി നടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചില്ല, ഉമ്മ ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് കത്തിച്ചു വെക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഭാര്യ അറിയുമോ, ഖന്ദഖ് യുദ്ധത്തിന്റെ നടാങ്കണത്തിൽ വെച്ചുകൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മഹാനായ പ്രവാചകൻ ഇങ്ങനെ അധ്വാനിക്കുമ്പോ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ അസല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ والمشركون قد باءوا علينا. ഇതാ ശത്രുക്കളായ ആളുകൾ സത്യത്തിനെതിരെ സംഘടിച്ചിരിക്കുന്നു, ശാന്തത ഇറക്കിത്തരണേ, സമാധാനം ഇറക്കിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ഒട്ടിയ വയറുമായി റസൂൽ അധ്വാനിക്കുമ്പോ സ്വഹാബാക്കൾ പറഞ്ഞില്ല, നബിയേ ഈ പാറ കണ്ടോ, അത് കൊത്തിയിട്ട് പിളരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയുധം വാങ്ങിക്കൊണ്ട് പാറയ്ക്ക് മേലെ ആഞ്ഞുകൊത്തുമ്പോ കിസ്രാ കൈസർ ചക്രവർത്തിമാരുടെ കോട്ടകൊത്തളങ്ങളിൽ തീപ്പരികൾ പാറുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സഹാബാക്കൾ പറയുമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിച്ചു പോകുമ്പോ ശഅബ് അബൂ താലിബ് താഴ്വരയിൽ വെച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ പ്രവാചകനെയും അനുയായികളെയും ഉപരോധിക്കേണ്ടി വന്നപ്പോ മൃഗങ്ങളെ പോലെ പച്ചില തിന്നുന്ന അവസ്ഥയുണ്ടായപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുത്തെ സഹാബാക്കൾ പറഞ്ഞില്ലയോ, ഒട്ടകത്തിന്റെ കടിഞ്ഞാട് കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന് പോലും ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എന്ന അത്രമാത്രം പട്ടിണി കിടന്നുകൊണ്ട് ത്യാഗം സഹിച്ച ഇസ്ലാമിന് കേവല ഭൗതിക ലാഭേച്ഛയ്ക്ക് വേണ്ടി ശിർക്കിന്റെ പേരിൽ വിൽപ്പന നടത്തില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മുസ്ലിയാക്കന്മാരുണ്ടോ? ഉലായിക്കമായ കുലൂന ഫീ ബുത്തൂനിഹിം മിന്നന്നാർ, അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു, ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം, അവരോട് റബ്ബ് സംസാരിക്കില്ല, അവരെ റബ്ബ് സംസ്കരിക്കയില്ല. വയല്ലനുഹുമുല്ലാഹിനോ, ശപിക്കുന്നവരെ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് എന്റെ സഹോദരന്മാരെ, ആ നാളെയുടെ ലോകത്തെ റബ്ബ് തിരിഞ്ഞു നോക്കാത്ത നഷ്ടക്കാരിൽപ്പെട്ടു പോകാതെ വിജയം ലഭിക്കുന്ന, വിജയം കാക്ഷിക്കുന്ന ആളുകളായി സ്വർഗീയാരാമത്തിൽ എത്തിപ്പെടാൻ തൗഹീദ് എന്ന് പറയുന്ന യഥാർത്ഥ പാതയത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമേ എന്ന ദുആ വസിയത്തോടുകൂടെ അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.